സത്യം പറ മോളെ, നിനക്കവിടെ സുഖാണെന്ന് പറയുമ്പോ നീ എത്ര മറച്ചു പിടിച്ചാലും അമ്മയ്ക്ക് മനസ്സിലാവും. നമ്മൾ പെണ്ണുങ്ങളല്ലേ, അതൊക്കെ സഹിച്ചേ പറ്റൂ. നിനക്കൊരു കുഞ്ഞുണ്ടായ പകുതി വിഷമം മാറും. കുഞ്ഞിനോട് അവർക്ക് സ്നേഹം കാണിക്കാതിരിക്കാൻ പറ്റുമോ? അവരുടെ മകന്റെ കുഞ്ഞല്ലേ. നിന്നോടുള്ള പെരുമാറ്റത്തിന് കുറച്ചൊരു മയം വന്നേനെ. എന്താ മോളെ കഴിയുന്നത്? എന്തായാലും അമ്മയോട് പറ. എന്നോട് പറയാൻ പറ്റതായി മോക്ക് എന്താ ഉള്ളത്? എന്തായാലും അമ്മയോട് പറ മോളെ. എനിക്കൊരു കുഞ്ഞിന് ദൈവം തന്നതാണമ്മേ. അവരതിനെ വയറ്റി വെച്ച് തന്നെ കൊന്നു. സ്ത്രീധന ബാക്കി കിട്ടാതെ വന്ന എന്നെ ഉപേക്ഷിക്കാൻ കുഞ്ഞൊരു തടസ്സമാവരുതല്ലോ. എന്റെ ഈശ്വര, അച്ഛനോട് ക്ഷമിക്കുമോളെ. ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ഇനി വീട് മാത്രമേ വെക്കാറുള്ളൂ. അതും കൂടി വിറ്റാ പിന്നെ അമ്മേ, എന്താ മോളെ? ഇത്ര കാലത്ത് എഴുന്നേറ്റ് അച്ഛൻ എങ്ങോട്ടാ അമ്മേ പോയത്? അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോയതാ. നിന്റെ കാര്യത്തിന് വന്നിട്ട് വേണം ജോലിക്ക് പോവാൻ. എനിക്ക് ഇന്ന് തന്നെ പോണമായിരുന്നു. അച്ഛൻ വന്നിട്ട് പോവാ മോളെ. എന്തോ അത്യാവശ്യ കാര്യം നിന്നോട് പറയണമെന്ന് പറഞ്ഞു. ഞാൻ നിന്നെ വിളിക്കട്ടോന്ന് ചോദിച്ചു. വേണ്ട, ഉറങ്ങട്ടെ, വന്നിട്ട് പറയാന്ന് പറഞ്ഞു. വിദ്യജി, വിദ്യജി, ചേച്ചി കുറുപ്പേട്ടന്റെ വണ്ടി ഇടിച്ചു.
കൊണ്ടുപോയി പണയം വെക്കോ വിൽക്കോ എന്താന്ന് വെച്ചാ ചെയ് ചെല്ല്. അമ്മായി ഇപ്പം മരിച്ചെന്നും പറഞ്ഞേ നീ ഇങ്ങനെ പെമ്പർന്നത്തോടെ പുറകെ നടന്നോടാ. കിട്ടാനുള്ള രൂപ ഇനി ആരോട് ചോദിക്കും? ഇതാ ഞാൻ പറഞ്ഞത്, സ്ത്രീധന ബാക്കി എത്രയും നേരത്തെ വാങ്ങിച്ചോണമെന്ന്. നിന്റെ കയ്യെ കിടന്ന് മറ്റേ 2 വളയം തേടി പണയം വെച്ചു. പണയം വെച്ചോ? ആരോട് ചോദിച്ചോണ്ടടി പണയം വെച്ചത്? ഹോസ്പിറ്റലിൽ പണത്തിന് ആവശ്യം വന്നപ്പോ പണയം വെക്കേണ്ടി വന്നു. നിനക്കിത് വേണവടാ. സ്ത്രീധന ബാക്കി വാങ്ങാൻ പോയി നീ കയ്യിലുള്ള സ്വർണവും തലച്ചേച്ച് ദാ വന്ന് നിക്കുന്നു. കാതിലേതും കഴുത്തിലേതും ഒക്കെ ഊരി വെച്ചിട്ട് വേണ്ടിയിരുന്നടാ എവിടെ വീട്ടിലേക്ക് അയക്കാൻ. വന്ന് കയറിയില്ല, അതിനു മുമ്പേ തുടങ്ങി. പ്രദീപേ, നിനക്ക് ചിട്ടിയിട്ട് 25,000 രൂപ എന്തിയെ? അത് ഞാൻ ബാങ്കിലിട്ടിരിക്കുക. നിന്റെ കല്യാണത്തിന് വേണ്ടി കടം വാങ്ങിയ 10,000 രൂപ ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. മാസം തോറും 500 രൂപ വെച്ച് അതിന് പലിശ കൊടുത്തോണ്ടിരിക്കുക. പിന്നെ വീട് നന്നാക്കാൻ വേണ്ടി എടുത്ത ലോൺ ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. ഇതൊക്കെ ഞാൻ എങ്ങനെ കൊടുക്കാനാ? ആ കാശ് കൊടുത്ത് ഞാനൊരു ബൈക്ക് വാങ്ങാനിരിക്കുക. കടങ്ങൾ തീർത്തിട്ട് പോരെ ബൈക്കൊക്കെ വാങ്ങുന്നത്? കടങ്ങളൊക്കെ എങ്ങനെങ്കിലും പിന്നീട് വീട്ടാ. അവന്റെ ഒരാശയല്ലേ വീട്ടിലൊരു വണ്ടിയുള്ളത് എപ്പോഴും നല്ലതാ. പൈസക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ എന്റെ സ്വർണം കൊണ്ടേ പണയം വെച്ചോളൂ. വേണ്ട. പ്രദീപേ, എന്റെ ചെയിൻ കാണുന്നില്ല. ഏത് ചെയിനാ? ആ ഫാൻസി ചെയിൻ. അത് അവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഇവിടെ എങ്ങും ഇല്ല. ഞാൻ ഇവിടെ മുഴുവൻ നോക്കിയതാ. ആ, അവിടെ ഒന്നും ഇല്ലെന്നേ. അമ്മേ, എന്താടാ? എന്റെ 3.5 പവന്റെ ചെയിൻ കാണാനില്ല. എന്റെ ഈശ്വര, ഇവിടെ ആരെടുക്കാനാ? എല്ലായിടത്തും നോക്കിയ മോനെ. ഇനി എങ്ങും നോക്കാനില്ല. എല്ലായിടത്തും അരിച്ചു പറക്കി നോക്കിയിരിക്കുക. ഇവിടെയുള്ള ആരെങ്കിലും ആയിരിക്കും എടുത്തിരിക്കുന്നത്. പുറത്തുനിന്നും വരുന്ന കള്ളന്മാരായിരുന്നെങ്കിൽ മുഴുവൻ സ്വർണ്ണം അങ്ങോട്ട് എടുത്തോണ്ട് പോണല്ലോ. അന്യന്റെ മുതൽ വഴി കിടന്നാലും തിരിഞ്ഞു നോക്കാത്തവരാ എന്റെ മക്കള്. എന്താ? എടാ മോനെ, വനജയുടെ 3.5 പവന്റെ മാല കാണാനില്ലെന്ന്. അത്യാഗ്രഹമുള്ള കള്ളനായിരിക്കില്ല. അത്യാവശ്യം റേഷൻ വാങ്ങിക്കാൻ വേണ്ടി എടുത്തായിരിക്കും. ഞാൻ കുളിക്കാൻ കയറിയപ്പോ ഊരി വെച്ചതാ. നീയല്ലേ അവിടെ മുറി തുടച്ചത്? അതെ. അന്നേരം ബുദ്ധിമോശം തോന്നി എടുത്തതാണെങ്കിലേ ആ മാല ഞാൻ കൊടുത്തേക്ക്. ഞാൻ എടുത്തില്ലമ്മേ. പിന്നെ ആരെടുക്കാനേടി? നിന്റെ ഈ അവനെയും പൂങ്കണ്ണേരും ഒന്നും എന്റെ അടുത്ത് വേണ്ട. മര്യാദയ്ക്ക് ആ മാലയും കൊടുത്തേക്ക്. ശാന്തേട്ടാ, അമ്മ എന്താ ഈ പറയുന്നത്? ഞാൻ എടുത്തിട്ടില്ല. കട്ടവരാരും കട്ടെന്ന് പറയില്ലടാ. കിട്ടേണ്ടത് 2 എണ്ണം കിട്ടുമ്പോ തത്ത പറയുന്ന പോലെ പറയും. അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? തല്ലിയോ കൊല്ലി എന്താണെന്ന് വെച്ചാൽ ചെയ്യ. നരകത്തിൽ പോയാൽ ഇതിനെക്കാളും സ്വസ്ഥത കിട്ടും. ഭാര്യയും ഭർത്താവും കൂടെയുള്ള നാടകം കൊള്ളാം. എനിക്കെന്റെ മാല കിട്ടിയില്ലെങ്കിലേ ഞാൻ പോയി എന്റെ അച്ഛനോട് പറയും. പോലീസുകാർ വന്ന് ചോദിക്കുമ്പോ മാല താനേ വന്നോളും. മനചേട്ടത്തി, നിങ്ങളുടെ അച്ഛൻ തമ്പി വക്കീലിന് ഒരുപാട് പണവും സ്വാധീനമൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ മാലയുടെ പേരിൽ പോലീസ് ഇവിടെ വന്ന് ആരെങ്കിലും ചോദ്യം ചെയ്യുകയോ അവമാനിക്കുകയോ ചെയ്താൽ അതിന്റെ നാണക്കേട് ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഭർത്താവിനും കൂടിയാ. ഞാൻ അതങ്ങ് സഹിച്ചു. ഓ, ഇതിനേക്കാൾ വലുത് സഹിക്കാനുള്ള തൊലിക്കട്ടി ഇയാൾക്ക് ഈയിടെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. വിദ്യാർത്ഥി പാവപ്പെട്ട വീട്ടിലെ പെണ്ണായി പോയതുകൊണ്ട് അവരോട് ഇത്ര ക്രൂരത കാണിക്കരുത്. ദൈവം പോലും പൊറുക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോലീസ് എങ്ങാനും ഇവിടെ കയറാൻ ഇട വന്നാൽ പിന്നെ മനസ്സമാനത്തോടെ ആരും കിടന്നുറങ്ങാന്ന് വിചാരിക്കണ്ട.
പ്രസന്നെ, നിന്റെ കരുതി കിടന്ന മാല എന്തി? ഏത് മാല? നമ്മുടെ വനചേട്ടത്തിന്റെ മാലേ. വനജയുടെ മാല എങ്ങനെയാ അവിടെ കൈ വരുന്നത്? ആ, അതെങ്ങനാ വരുന്നതെന്ന് അമ്മയ്ക്ക് ഞാൻ കാണിച്ചു തരാം. ഈ മാലയുടെ പേരിൽ വിദ്യാർത്ഥത്തെയും കുടുംബക്കാരെ എല്ലാരും കളിയാക്കിയപ്പോൾ നീ ആയിരുന്നില്ലേ മുമ്പിൽ നിന്നിരുന്നത്? കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും പറഞ്ഞു നടക്കുന്ന അമ്മയ്ക്ക് മകള് മാല മോഷിച്ചതിനെ കുറിച്ച് ഒന്നും പറയാനില്ലേ? വിദ്യാർത്ഥത്തെ കളിയാക്കാൻ അമ്മയും കൂടി കൂട്ടുന്ന മോളെ കൊണ്ട് എടുപ്പിച്ചായിരിക്കും അല്ലേ? നീ വേണ്ടാതെ പറഞ്ഞാലാണല്ലോ നിന്റെ തലയിൽ ഇടുത്തി വീഴും. ഇടുത്തി വീഴേണ്ട തലകള് ഇവിടെ വേറെ ധാരാളം ഉണ്ട്. മതി മതി, ആ മാലയും ഞങ്ങൾക്കൊന്ന് വെളിയിൽ പോണം. അങ്ങനെ ധൃതി പിടിച്ചാലോ? ഈ മാലയ്ക്ക് വേണ്ടി എന്നെയും വിദ്യാർത്ഥിയെയും പോലീസ് സ്റ്റേഷനിൽ കയറ്റാനായിരുന്നില്ലേ നിങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനം? എന്നെ ആക്ഷേപിച്ച് അവമാനിച്ചതും ഞാനങ്ങ് സഹിച്ചോളാം. പക്ഷെ ഈ മാലയുടെ പേരിൽ നിങ്ങൾ വിദ്യാർത്ഥിയെ കണ്ടവാനം കണ്ണീര് കുടിപ്പിച്ചു, മുഖത്തോക്കി കള്ളിയെന്ന് വിളിച്ചു. അതിനെന്തെങ്കിലും പറയാണ്ടോ നിങ്ങൾക്ക്? ഇനി എന്താ പറയാനാ? മാല കൈ കിട്ടിയല്ലോ, ഇനി നുള്ളി പൊളിക്കാനും തലനാരഴ കീറാനും ഒന്നും നിൽക്കണ്ട. നീ ആ മാലയും കൊടുക്ക്. കുറെ നുള്ളി പൊളിക്കുകയും തലനാരഴ കീറുകയും ഒക്കെ ചെയ്തതല്ലേ? അത് അനുഭവിച്ചവർക്ക് അതിന്റെ വേദന കാണും. അതുകൊണ്ട് വനചേട്ടത്തി മാപ്പ് പറയണം. എന്റെ മാലയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ കാല് പിടിക്കാനും മാപ്പ് പറയാനൊന്നും എന്നെ കിട്ടില്ല. മര്യാദയ്ക്ക് ആ മാല ഇങ്ങായിരുന്നാ നല്ലത്. തരാൻ എനിക്ക് മനസ്സില്ലെങ്കിലോ? ഞാൻ അഡ്വക്കേറ്റ് കുമാരൻ നമ്പിയുടെ മോളാണെങ്കിൽ എങ്ങനെ നിന്റെ മാല മേടിക്കണമെന്ന് എനിക്കറിയാം. അയ്യോ, അഡ്വക്കേറ്റ് കുമാരൻ നമ്പിയുടെ മോളല്ലേ, പോയി മുങ്ങിയെടുത്തോ. എടാ മഹാഭാവി, നാശം പിടിച്ചവനെ 3.5 പവന്റെ മാല ആരെങ്കിലും കിണറ്റിനകത്ത് എടുത്തിടുവാടാ. സ്വർണം വെള്ളത്തിൽ കിടന്നു വെച്ച് തേഞ്ഞൊന്നും പോകത്തില്ല, അതിന്റെ മാറ്റ് കൂടത്തേ ഉള്ളൂ. കൈയുടെ കരുത്തൊന്നും കാണിക്കല്ലേ. പ്രദീപേ, ഏട്ടനും അനിയനും തമ്മിൽ തല്ലുന്ന അവസ്ഥ കൊണ്ടെത്തിച്ചപ്പോ എല്ലാവർക്കും തൃപ്തിയായല്ലോ. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക. നിനക്ക് കിട്ടാനുള്ള സ്ത്രീധന ഭാഗ്യം സ്വർണ്ണം എഴുതി തള്ളിയോ നീ? വിദ്യയുടെ അച്ഛൻ മരിച്ച ശേഷം അവര് വളരെ ബുദ്ധിമുട്ടിലാണമ്മേ. ഇങ്ങനൊരവസ്ഥയിൽ രൂപ വയ്ക്കാൻ പറഞ്ഞു വിടുന്ന മോശമല്ലേ? ഒരു മോശവും ഇല്ല. എടാ, നേരെ നെറിയുള്ളവരായിരുന്നെങ്കിലേ 30 സെന്റ് സ്ഥലവും ഒരു വീടും ഇല്ലേ, അത് വിറ്റിട്ടെങ്കിലും തരാമായിരുന്നല്ലോ. കൈ തന്നെ അത് മീൻ പിടിക്കാമെന്ന് വെച്ചാലേ എന്റെ അടുത്ത് നടപ്പില്ലടാ മോനെ. ഞാനും നീയും കൂടെ വിദ്യയും കൂട്ടി അവിടെ വീട്ടിൽ ചെല്ലുന്നു. തരാനുള്ള പൊന്നും പണവും തന്നില്ലെങ്കിൽ അവൾ അവിടെ വീട്ടിലിരിക്കും. പറഞ്ഞു പറ്റിക്കുന്നവരോട് ഇങ്ങനെ തന്നെ ചെയ്യണം. വിദ്യ വീട്ടിൽ കൊണ്ടുപോയി വിടുകയെ സ്ത്രീധന ബാക്കി മേടിക്കുക എന്ത് വേണമെങ്കിലും അമ്മ ചെയ്തോ. അമ്മയ്ക്ക് മനസ്സമാധാനം കിട്ടുമല്ലോ. പക്ഷെ ഞാൻ വരില്ല. നീ വരുന്നില്ലെങ്കിൽ വരണ്ടടാ, എനിക്കറിയാം അവളെ കൊണ്ടുപോയി വിടാൻ. സ്ത്രീധന ബാക്കി തരാൻ അച്ഛനില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന ശാന്തട്ടിനൊരു വക്കീൽ നോട്ടീസ് അയക്കണം, വിവാഹമോചനത്തിന്. നഷ്ടപരിഹാരമോ ജീവനാംശമോ ഒന്നും ഞാൻ ആവശ്യപ്പെടില്ല. ശാന്തട്ടെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടട്ടെ. അല്ലാതെ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല ശാന്തട്ട. തന്നെ പറഞ്ഞയക്കാൻ അല്പം പോലും ഇഷ്ടമുണ്ടായിട്ടല്ല. പിന്നെ ഒന്ന് നോക്കിയാൽ അമ്മയുടെ ആട്ടും തുപ്പും സഹിച്ച് ഇവിടെ കഴിയുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം അവിടെ കഴിയുന്നതാ. തനിക്ക് കുറച്ച് നാളത്തേക്കെങ്കിലും സ്വസ്ഥത കിട്ടുമല്ലോ. എന്താ ചേച്ചി വെട്ടിയൊക്കെ ആയിട്ട്? ഗ്യാരണ്ടി തീർന്നു പോന്നു. പ്രശാന്തേട്ടനും കൂടി അറിഞ്ഞോണ്ടാണോ ഇത്? അതേടി, എന്റെ മോനെ ഞാൻ പറയുന്നത് പോലെ കേക്കൂ. അതെ, അത് ജീവിച്ചിരിക്കാനുള്ള കൊതിയുണ്ടാ മോളെ വരണം, അകത്തേക്കിരിക്കാം. വേണ്ട, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഉടനെ പോണം. എന്താ? കല്യാണ നിശ്ചയത്തിന്റെ കരാർ അനുസരിച്ച് 6 മാസത്തിനകം സ്ത്രീധന ബാക്കി തരാമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതെ. അതും പോരാഞ്ഞ് അവിടെ കയ്യെ കിടന്ന വള വരെ നിങ്ങൾ എടുത്ത് പണയം വെച്ചില്ലേ? ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങളുടെ അവസ്ഥയും കണ്ണുനീരും ഒന്നും കാണാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെ, ഇപ്പോഴും എന്റെ മോന് വേറൊരു പെണ്ണിനെ കിട്ടാൻ യാതൊരു വിഷമവും ഇല്ലെന്ന് ഓർത്തു. വിദ്യ ഇവിടെ വിട്ടിട്ട് പോയാൽ ഇല്ലാത്ത രൂപ എങ്ങനെ ഉണ്ടാവും? എന്നാലേ ഈ കാര്യത്തിനൊരു ചൂടുണ്ടാവൂ. എല്ലാം പോട്ടെന്ന് വെക്കാം.
അനിയത്തിയുടെ ഒരു നെകളവും ഒരു നിഷേധവും സ്വന്തം കെട്ടിയവനെ പോലും അവള് വഹിക്കത്തില്ല. എല്ലാം തള്ളമാരുടെ വളർത്തുദോഷവാ. രൂപ 2 ലക്ഷം കൊണ്ടായ എന്റെ രണ്ടാമത്തെ മരുമോള് വന്നത്. അവൾ അവിടെ മര്യാദക്ക് ജീവിക്കുന്നുണ്ടല്ലോ. ധർമ്മ കല്യാണം കഴിച്ചുകൊണ്ട് വന്നവക്ക അഹങ്കാരം. ഞാനൊരു അവധി മനസ്സ് കണ്ടിട്ടുണ്ട്. അതിനുള്ളിൽ കിട്ടിയില്ലേൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഊണ് കഴിച്ചിട്ട് അയ്യോ, എനിക്ക് ഊണ് തരാൻ വേണ്ടി ഇനി അമ്മയും മക്കളും ഇങ്ങനെ നെട്ടോട്ട് ഓടണ്ട. ഒറ്റയ്ക്ക് പോണ്ട, ബസ് സ്റ്റാൻഡ് വരെ ഞാനും കൂടെ വരാം. നീ രാവിലെ ബാഗും തൂക്കി എങ്ങോട്ട് പോവാ അടി പെണ്ണേ? ആരെങ്കിലും ചിരിച്ചു മയക്കി എടുക്കാൻ പറ്റുമോ നോക്കി ഇറങ്ങിയതാ. പിന്നെ വലിയൊരു തുക സ്ത്രീധനം വാങ്ങി മോനെ കൊണ്ട് വേറൊരു പെണ്ണിനെ കെട്ടിച്ച് അമ്മയ്ക്കും മോനും സുഖമായിട്ട് ജീവിക്കാൻ കരുതുന്നുണ്ടോ? നീ എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? നിന്റെ ചേച്ചി എന്നെ കുറെ വരട്ടാൻ നോക്കിയതാ, നടന്നില്ല. പിന്നെ നീ അതെന്റെ ചേച്ചി ഒരു പാവായതുകൊണ്ടാ. ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ നിങ്ങളുടെ മകനെ കൊണ്ട് തന്നെ നിങ്ങളെ വീട്ടിൽ നിന്ന് തല്ലി ഇറക്കിച്ചേനെ. വെറുതെ അല്ലടി നീയൊക്കെ വല്ലവന്റെ കഴുത്തെ തൂങ്ങുന്നതിന് മുൻപേ തന്തെ കെട്ടിയെടുത്തത്. ദേ തള്ളേ, സൂക്ഷിച്ച് സംസാരിക്കണം. മരിച്ചുപോയ എന്റെ അച്ഛനെ പറഞ്ഞാണ്ടല്ലോ. നീ എന്താ ചെയ്യും? ദേ പിടിച്ചിട്ട് തള്ളു തന്നാലേ ആ ചെളി കിടക്കും. അമ്പേ, താടകയെ പോലെ കെട്ടിയൊരുങ്ങി നടക്കുന്നു. എടി പെണ്ണേ, നീ എന്നെ അപമാനിക്കാനായിട്ട് ഇറങ്ങിയിരിക്കണോ? മാനമുള്ളവർക്കല്ലേ അപമാനം ഉണ്ടാവൂ. ചേടാ, ഇത് നല്ല കൂത്ത്. ദേ തള്ളേ, നിങ്ങൾ എന്റെ അമ്മയോട് പറഞ്ഞില്ലേ തള്ളമാരുടെ വളർത്തുദോഷാണെന്ന്? അങ്ങനെ ഒരു ദോഷം ഉണ്ടായിരുന്നെങ്കിലേ നിങ്ങൾ ഈ തടിയും കൊണ്ട് വെറുതെ പോവില്ലായിരുന്നു. നിങ്ങളുടെ മോള് 3.5 പവന്റെ മാല കെട്ടതിന്റെ കുറ്റം എന്റെ ചേച്ചിക്ക് ഞങ്ങൾക്കും ആയിരുന്നല്ലോ. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി പറഞ്ഞല്ലോ. എന്റെ ചേച്ചി വലതുകാലം വെച്ച് കയറിയതിന് ശേഷമാണ് നിങ്ങളുടെ വീടൊരു നരകമായതെന്ന്. അത് പണ്ടേ ഒരു നരകമായിരുന്നല്ലോ. ഒരു തള്ളപ്പിശാച്ചും കുറെ കുട്ടിപ്പിശാച്ചും കൂടി ഒരുമിച്ച് വാഴുന്ന ഒരു നരകം. നിനക്ക് വെച്ചിട്ടുണ്ടടി. വിദ്യേച്ചി, ദേ പ്രശാന്തേട്ടൻ വരുന്നു. വിദ്യേച്ചി ഡൈവേഴ്സ് ചെയ്യാനുള്ള വക്കീൽ നോട്ടീസും കൊണ്ട് വന്നതായിരിക്കും ശാന്തേട്ടൻ, അല്ലേ? ഡൈവേഴ്സ് നോട്ടീസ് രജിസ്റ്റർ ചെയ്ത് അയക്കുന്നല്ലേ കൂടുതൽ സൗകര്യം. കയ്യിൽ കിട്ടിയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരാഴ്ചയായിട്ടും ശാന്തേട്ടനെ കാണാതായപ്പോ തന്നെ ഉപേക്ഷിച്ചെന്ന് വിചാരിച്ചിരിക്കും അല്ലേ? രഘുവിനെന്ത് പറ്റി? ഇന്നലെ മുതൽ അവൻ ജോലിക്ക് പോകാൻ തുടങ്ങി. പരിചയമില്ലാത്ത പണിയായോണ്ട് ഭയങ്കര മേലുവേദനയാ. ദേഹത്ത് കുഴമ്പ് പുരട്ടി ആവി പിടിക്കുക. ശാന്തേട്ടന്റെ അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? സുഷമ ഇവിടുന്ന് ബസ് സ്റ്റാൻഡ് വരെ അമ്മയെ ചീത്ത പറഞ്ഞെന്ന് കേട്ടു. എന്താ വിഷമമുണ്ടോ? ഏയ്, പറഞ്ഞത് അല്പം കുറഞ്ഞു പോയിന്ന എന്റെ അഭിപ്രായം. പക്ഷേ അമ്മ അതിന്റെ ദേഷ്യമൊക്കെ തീർത്തത് എന്റെ അടുത്താ. ശാന്തേട്ടാ, ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റ്. എന്നെ കാണാൻ വന്നെന്നറിഞ്ഞ ശാന്തേട്ടന്റെ അമ്മ തലയെടുക്കില്ലേ? അച്ഛ വീട്ടിൽ വന്ന് കിടക്കുന്നത് കുറച്ചില്ലല്ലേ? ഞാനിങ്ങോട്ട് വന്നത് അമ്മ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഒളിച്ചു വന്നതാ അല്ലേ? താൻ എന്നെ കളിയാക്ക. ഇന്നലെ എവിടെയായിരുന്നു എന്ന് അമ്മ ചോദിച്ചാൽ എന്തു പറയും? എന്തെങ്കിലും ഒരു നുണ പറയണം. അത് ശാന്തേട്ടനെ കൊണ്ട് ഒരിക്കലും പറ്റില്ലെന്ന് എനിക്കറിയാം. സ്വന്തം ഭാര്യയെ കാണാൻ വരുന്നതിന് പോലും കള്ളം പറയേണ്ട ഗതികേടാ അല്ലേ ശാന്തേട്ട? എത്ര നാൾ തന്നെ ഇവിടെ നിർത്തുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. എവിടുന്നെങ്കിലും കുറച്ച് രൂപ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടുന്ന് തന്നാണെന്നും പറഞ്ഞ് അമ്മയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാമായിരുന്നു. തന്നെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോ പറഞ്ഞ ഓർമ്മയുണ്ടോ? വക്കീൽ നോട്ടീസ്, ഡൈവേഴ്സ്. തനിക്ക് സ്നേഹം വേണമെന്ന് പറയാനും ആശ്രയിക്കാനും ഒക്കെ ആളുണ്ട്. എനിക്ക് ഇത്തിരി സ്നേഹം വേണമെന്ന് ഞാൻ ആരോട് പറയും? സ്നേഹവും പണവും സുഖവും ഒക്കെ കണക്ക് പറഞ്ഞ് അങ്ങോട്ട് വാങ്ങാൻ എല്ലാവരും എടുക്കരാ. ആയാലും കൂടപ്പിറപ്പായാലും ഭാര്യയായാലും. എന്റെ അടുത്ത് മാത്രമല്ലേ ഉള്ളൂ ഈ വാശി? വരട്ടെ? ഇനി എന്നാ വരാ? വരാം. ശാന്തേട്ടാ, ഒരു കാര്യം പറയണ്ടായിരുന്നു. ഭാര്യയെ കാണാൻ വരുന്നതും പോകുന്നതൊക്കെ സ്നേഹമുള്ള ഭർത്താക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ള. പക്ഷേ രാത്രിയിലുള്ള ഈ വരവും പോക്കും കണ്ട ആളുകൾ വല്ലതും പറഞ്ഞെന്നിരിക്കും. ചേട്ടനാണ് വന്നു പോകുന്നതെന്ന് അയൽക്കാർക്ക് തോന്നില്ല. കല്യാണം കഴിക്കാത്ത വേറെയും പെമ്പിള്ളേരുള്ള വീടാത്. അതുകൊണ്ട് വരവും പോക്കും ഒക്കെ
പകലായാൽ ഞങ്ങളുടെ മാനമെങ്കിലും പോകാതിരിക്കും. സുഷമേ, വേണ്ട വിദ്യേ, സുഷമ പറയുന്നതിലും കാര്യമുണ്ട്.